ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനൊരു വെൽനസ് സെൻ്ററിലാണുള്ളത്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ കുറേ പേരുണ്ട്. എല്ലാവരും ചോദിക്കും രാവിലെ എവിടെയൊക്കെയായി പോകുന്നതെന്ന്. ഞാൻ പറയും നമ്മുടെ വെൽനസ് സെൻ്ററിലാണ് പോകുന്നത്. നിൽക്കുമ്പോൾ അതെന്താണ്, അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാം. ഒരുപാട് പേർക്ക് ഒരുപാട് ആകാംക്ഷ. നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സുരേഷ്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? നിങ്ങൾ അറിയണ്ടോ? അതായത് നമ്മൾ സാധാരണ എല്ലാവരും പറയും എവിടെയാ രാവിലെ പോകുന്നത്, വെൽനസ് സെന്റർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്താ കിട്ടിയത്? അതായത് ഞാൻ ഒരു 24 കിലോ എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫാസ്റ്റിംഗ് ഷുഗർ 340, അസിഡിറ്റി പ്രോബ്ലം, അലർജി, തുമ്മൽ, അതുപോലെ നല്ല നടുവേദന, ഇങ്ങനെ ഏകദേശം 8ഓളം പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സുഹൃത്തിന്റെ നിർബന്ധപ്രകാരം ഇങ്ങനെ ഒരു സെന്ററിൽ ആദ്യമായിട്ട് കാണിച്ചത്. അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ ഒരു മനുഷ്യൻ എത്ര വെള്ളം കുടിക്കണം എന്നതും ഇങ്ങനെ ഒരുപാട് അറിവുകൾ അവിടുന്ന് കിട്ടി. കോച്ച് പറഞ്ഞ, അവിടെ ഒരു കോച്ചാണ്, വെൽനസ് കോച്ച് പറയും. ആ കോച്ച് പറഞ്ഞ പോലെ ഒന്ന് നിന്ന് ചെയ്തപ്പോൾ 3 ദിവസം കൊണ്ട് 2300 വെയിറ്റ് കുറഞ്ഞു. 110 ദിവസം കൊണ്ട് 24 കിലോ വെയിറ്റ് കുറഞ്ഞു. ഐഡിയൽ വെയിറ്റിൽ ഒരു 6.25 വർഷമായിട്ട് അതേ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നോർമലായിട്ടുണ്ട്. എൻ്റെ പേര് അഭിരാജ്, വയസ്സ് 27. ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വരുന്നതിന് മുമ്പേ 18 വെയിറ്റ് ഉണ്ടായിരുന്നു. കൂടാതെ നടുവേദന, തുമ്മൽ, യൂറിക് ആസിഡ് 8 ഉണ്ടായിരുന്നു. എൻ്റെ തെറ്റായ ഭക്ഷണരീതി മാറ്റി ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തപ്പോൾ 3 മാസം കൊണ്ട് 18 വെയിറ്റ് കുറക്കാൻ വേണ്ടി സാധിച്ചു. അതോടെ എൻ്റെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറിക്കിട്ടി. ഇപ്പം 3 വർഷമായിട്ട് ഹോസ്പിറ്റൽ വിസിറ്റില്ലാണ്ട് പോകുന്നുണ്ട്. എൻ്റെ പേര് കുഞ്ഞിക്കണ്ണൻ, സ്ഥലം എരമത്താണ്, 65 വയസ്സ്. ഞാനിവിടെ വരുമ്പോൾ 72 കിലോ ഉണ്ടായിരുന്നു. 12 കിലോ വെയിറ്റ് ലോസ് ചെയ്ത്. എനിക്ക് മുട്ടുവേദന, കാര്യമായിട്ട് മുട്ടുവേദന, ഞാൻ ഓപ്പറേഷൻ ചെയ്തെത്തിയാണ്. അതുപോലെ തന്നെ ഷുഗർ ഉണ്ടായിരുന്നു, പിന്നെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, പിന്നെ പൈൽസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു 1.5 മാസം കൊണ്ട് തന്നെ നോർമലായി. ഇപ്പോൾ ഞാൻ ഫുൾ ഹാപ്പിയാണ്. വെയിറ്റ് കുറച്ചുകൊണ്ടാണോ അത്? വെയിറ്റ് കുറഞ്ഞുകൊണ്ട് തന്നെ മുട്ടുവേദന പൂർണ്ണമായിട്ടും പോയി. ഓപ്പറേഷൻ സ്റ്റേജിലെ വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് തന്നെ അത് വേണ്ടാത്ത സ്ഥിതിയിലേക്ക് എത്തി. ഇപ്പോൾ സുഖമായിട്ട് എല്ലാം നടക്കാനും സ്റ്റെപ്പ് കയറാനും കഴിയുന്നുണ്ട്. ആരോഗ്യം തിരിച്ചെടുത്തു. എൻ്റെ പേര് അജിത, ഞാൻ ചമ്പ്രാനത്തിന് വരുന്നത്. വയസ്സ് 42. ഞാൻ ഇവിടെ ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ എനിക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ടായിന്, അതിപ്പം കുറഞ്ഞു. അതുപോലെ വെയിറ്റ് കൂടുതലായിരുന്നു, അതും കുറഞ്ഞു. താങ്ക് യു. ഞാൻ കുറക്കാനാണ് വന്നത്. എൻ്റെ പേര് ഷീന. വെയിറ്റ് കുറക്കുന്ന പോലെ അതിനെക്കാട്ടി പ്രയാസകരമാണ് വെയിറ്റ് കൂട്ടുക എന്നത്. എന്നാൽ ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം എനിക്ക് 6 കിലോ വെയിറ്റ് കൂടി. അതോടൊപ്പം മൈഗ്രെയിന് ഡെയിലി പാരസെറ്റമോൾ കഴിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം ആ മൈഗ്രെയിൻ്റെ ഗുളിക നിർത്താനും അതുപോലെ PCOD പ്രശ്നം ഉണ്ടായിരുന്നു, അത് കുറക്കാനും എല്ലാം സാധിച്ചു. സാധാരണ എല്ലാവരും ചോദിക്കില്ലേ വെയിറ്റ് കൂട്ടാൻ എല്ലാ ഭക്ഷണം കഴിച്ചാൽ പോലെ, പിന്നെ ഇതിലേക്ക് വരുന്നത് അവരോട് പറയാനില്ല എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം എല്ലാം നമുക്ക് കഴിക്കാം, പക്ഷെ നമ്മുടെ ബോഡിക്ക് എന്താണോ ആവശ്യം അത് കഴിച്ചുകൊണ്ട് വേണം നമ്മൾ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ മോശം നമ്മുടെ ശരീരത്തിൽ കയറ്റി ഒരിക്കലും വെയിറ്റ് കൂട്ടാൻ വേണ്ടി പാടില്ല. എൻ്റെ പേര് സൗമ്യ. ഞാൻ ഇതിലേക്ക് വന്നിട്ട് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. 11 കിലോ വെയിറ്റ് കുറഞ്ഞു. 56 കിലോ വെയിറ്റ് ഉണ്ടായിന്, 11 വെയിറ്റ് കുറച്ചു. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ശ്വാസം മുട്ടന്, തുമ്മലുണ്ടായിന്. 2 ദിവസം കൊണ്ട് തന്നെ തുമ്മൽ മാറിക്കിട്ടി, ശ്വാസം മുട്ടും. എൻ്റെ പേര് മുസ്തഫ. എനിക്ക് 62 വയസ്സായി. ഞാൻ ഇവിടെ വന്നതിന് ശേഷം 14 കിലോ വെയിറ്റ് കുറച്ചു. അതിനോടെ എനിക്ക് അമിതമായിട്ട് തലവേദന, പിന്നെ മുട്ടുവേദന, കൈവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഈ തലവേദനയ്ക്ക് ഞാൻ പയ്യന്നൂർ, കണ്ണൂർ പല ഡോക്ടറും കാണിച്ചു. ലാസ്റ്റ് ഞാൻ മംഗലാപുരമാണ് കാണിച്ചത്. മംഗലാപുരത്ത് നിന്ന് അവിടുന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ ഒരു സ്ലിപ്പ് പറഞ്ഞിട്ട് പറഞ്ഞാൽ അടുത്ത റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയപ്പോൾ അവർ എൻ്റെ തലക്ക് പതപ്പിന് നിറച്ചും ചുവന്ന മഷ കൊണ്ട് റൗണ്ടായിട്ട് വരയിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്തെങ്കിലും ഇങ്ങനെ ചുവന്ന വരയിടുന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇപ്പം വന്നിട്ട് ഇത് കംപ്ലീറ്റ് ഡോക്ടർ വന്നിട്ട് ഇഞ്ചക്ഷൻ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഡോക്ടറെ കണ്ടുവരാമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണാതെ നേരത്തെ അടുത്ത ട്രെയിനിൽ തിരിച്ച് നാട്ടിലേക്ക് പോയതായിരുന്നു. അപ്പം അതിന് മുമ്പേ എനിക്ക് ഇവിടുത്തെ ഒരു ഇൻവെസ്റ്ററും കാർഡ് കിട്ടിയിരുന്നത്. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയതായിരുന്നു. ഇവിടെ വന്ന് 3 ആഴ്ച കൊണ്ട് തന്നെ എൻ്റെ തലവേദന പോയി. ഇപ്പം ഞാൻ 9 മാസമായിട്ട് ഹോസ്പിറ്റൽ വിസിറ്റില്ല, ഗുളിക കഴിക്കുന്നില്ല, മരുന്നൊന്നും കഴിക്കുന്നില്ല. നല്ല ഹാപ്പിയാണ്. എല്ലാത്തിനും ന്യൂട്രീഷൻ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല ഹെൽത്ത് കിട്ടി. എത്ര ദിവസമായി ഒരു പ്രോഗ്രാമിൽ കണക്ട് ആയിട്ട്? ഞാൻ 3 മാസമായി. ഞാൻ 85 കിലോ വെയിറ്റ് ഉണ്ടായിനി, ഇപ്പം 76 കിലോ വെയിറ്റ് ആയി. എനിക്ക് വരുമ്പോൾ മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിനി, ഇപ്പം നോർമലായി. പിന്നെ പുറം വേദന, മുട്ടുവേദന എല്ലാം ഉണ്ടായിനി, എല്ലാം ഇപ്പം നോർമലായിട്ട്. വെയിറ്റ് കുറച്ച് വരുമ്പോൾ എല്ലാം മാറുന്നുണ്ട്.
എൻ്റെ പേര് പത്മിനി. ഞാൻ ചെറുവത്തൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് 2 കാലും മുട്ട വേദന ഉണ്ടായിന്. എത്ര വയസ്സുണ്ട് അപ്പം? വയസ്സ് 68. 68 വയസ്സുണ്ട്. ആ. ചുരിദാറിനൊക്കെ സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ സുന്ദരിയായപ്പോഴാ? മാറ്റം മുട്ടുവേദന കൊണ്ട് എനിക്ക് ഒരു ബസ്സിൽ കയറാനോ സ്റ്റെപ്പ് കയറാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഉണ്ടായിന്. ഇവിടെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, തൈറോയിഡ് സാധാരണ എല്ലാവരും ചോദിക്കുന്നില്ല ഇത്രയെല്ലാം വയസ്സായാലും ഇനി ലൈഫ് സ്റ്റൈലെല്ലാം മാറ്റി ആരോഗ്യം നോക്കണം ചോദിക്കുന്നവരോട് എന്താ പറയാല്ലേ? അവരോട് ഞാൻ എൻ്റെ അനുഭവം പറയും. എനിക്കെല്ലാം സുഖമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ആരോഗ്യം പോകാൻ പറ്റും അല്ലേ? ആരും ആശ്രയിക്കാണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം സ്റ്റൈലിൽ ജീവിക്കാൻ പറ്റുമല്ലോ. അപ്പം ഒരുപാട് ആളുകളുടെ റിസൾട്ട് നമുക്ക് കേട്ടു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അറിയാനുള്ളതെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാം.